ഹലോ വെൽക്കം ടു വിസ്ക് ആൻഡ് വ്യൂ. ഇന്ന് നമ്മൾ നേരത്തെ ഇട്ട 2 വീഡിയോയുടെ ബാക്കിയായിട്ടുള്ള പാർട്ട് 3 ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓർഗാൻസ ഫ്രോക്ക് ഉണ്ടല്ലോ, അതിലെങ്ങനെയാണ് ഈ ഒരു ലോട്ടസ് ഡിസൈൻ അപ്ലിക് വർക്ക് ചെയ്തെടുത്തെന്നുള്ളതാണ് കാണിക്കുന്നത്. പാച്ച് വർക്ക് ചെയ്തെടുത്തിരിക്കുകയാണ്. എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാനാണെങ്കിൽ നിറയെ സമയമെടുക്കും. അപ്പോൾ നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഭംഗിയായിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങളിതിന് മുൻപത്തെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ഈ ഫ്രോക്കിൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂ. അതുപോലെ ഈ ഒരു ഓർഗാൻസ മെറ്റീരിയൽ നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. മീറ്ററിന് 100 റുപ്പീസ് പെർ മീറ്ററാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ. ഞാൻ വാട്സപ്പ് നമ്പർ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുത്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഡബിൾ ഷെയ്ഡുള്ള ഒരു സിൽക്ക് ക്ലോത്താണ് ഇതുപോലെ ഫ്രെയിമിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബിൾ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു മജന്ത ഷെയ്ഡ്, അതായത് ഒരു പിങ്കിഷ് ഷെയ്ഡും ഉണ്ട്, പിന്നെ ഒരു റെഡിഷ് ഷെയ്ഡും ഉണ്ട്. നിങ്ങൾക്കത് വീഡിയോയിൽ എത്ര ക്ലിയർ ആവുണ്ടെന്ന് അറിയില്ല. കാണാൻ വീഡിയോനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫാബ്രിക്കാണത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഔട്ട്പുട്ടും വളരെ നന്നായിട്ട് കിട്ടി. അപ്പോൾ നിങ്ങൾ ഏത് ഫ്ലവറാണോ അല്ലെങ്കിൽ എന്ത് ഡിസൈനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ളൊരു ഫാബ്രിക് നിങ്ങൾ ചൂസ് ചെയ്യുക. അത്യാവശ്യം ഷൈനിങ് ആയിട്ടുള്ളൊരു ഫാബ്രിക് ചൂസ് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത പിക്ചറിൽ നിന്ന് ട്രേസ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പിക്ചർ നിങ്ങൾ ട്രേസ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ക്ലോത്തിൽ വെറുതെ ഒരു ലൈനിങ് ക്ലോത്തിൽ ഇത് ആദ്യം കട്ട് ചെയ്തെടുക്കാൻ കാരണം ഇത് മോൾക്ക് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലുതും ആവരുത്, ഒരുപാട് ചെറുതും ആവരുത്. അപ്പോൾ ആ ഒരു സൈസ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ വെട്ടി നോക്കിയെന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ അതേ ഡിസൈൻ തന്നെ നമ്മളുടെ ഒറിജിനൽ ക്ലോത്തിലേക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആകെ നമ്മളുടെ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൺ ചെയിനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വൈറ്റ് ബേസിൽ വൈറ്റ് സ്റ്റോൺ വരുന്നത് കിട്ടും, അല്ലെങ്കിൽ ഗോൾഡൻ കളർ ബേസിൽ വൈറ്റ് സ്റ്റോൺ വരുന്നത് കിട്ടും, അല്ലെങ്കിൽ രണ്ടും ഗോൾഡൻ കളറായിട്ടുള്ളതും കിട്ടും. അപ്പം ഞാനിവിടെ ഗോൾഡൻ ബേസിൽ വൈറ്റ് വരുന്നതാണ് കൂടുതലും സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ അതുപോലെ ഒന്ന് നമ്മൾ മെഷർ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പമാണ് അത് ഒട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഫെവിക്രിൽ ഫാബ്രിക് ഗ്ലൂ ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ ഔട്ട്ലൈൻസും ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ അളവ് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ശേഷം നിങ്ങൾ ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മൾ 2 ഗ്രീൻ കളർ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ ലീഫിൻ്റെ ഷേപ്പിൽ വെട്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ മാത്രം ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് 2 പെറ്റലിൻ്റെയും ഈ ഒരു ഗ്രീൻ കളർ ലീഫിൻ്റെയും ഔട്ട്ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒട്ടിച്ച ശേഷമാണ്. കാരണം എന്തെങ്കിലും റോ എഡ്ജ് ഉണ്ടെങ്കിൽ അത് ഇതിലൂടെ മറഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ എല്ലാം സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ആ ഗ്ലൂ ഒക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അടിപൊളിയായില്ലേ. ഇനി നമുക്കിതിൻ്റെ ഭംഗി കുറച്ചും കൂടി കൂട്ടാനായിട്ട് ഞാൻ എന്താ നോർമൽ നീഡിലും അതേപോലെ തന്നെ ത്രെഡും എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളർ സ്വിങ് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ സ്കാറ്റർ ചെയ്തിട്ട് ഒരു ചെറിയൊരു കട്ട് ബീഡും പിന്നെ ചെറിയൊരു ഷുഗർ ബീഡും ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ സൈഡും എല്ലാ പെറ്റൽസിലും ലീവ്സിലും ഒക്കെ കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നമുക്ക് വേണമെങ്കിൽ ഓരോ പെറ്റൽ കഴിയുമ്പോഴും ഒന്ന് കെട്ടിട്ട് കൊടുക്കാം ബാക്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ 2-3 പെറ്റൽ കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ 2-3 തവണ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ഇനി നമ്മളിത് ചുറ്റും ഓൾറെഡി ഗ്ലൂ കൊടുത്തിട്ടുള്ളതുകൊണ്ട് ജസ്റ്റ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഫാബ്രിക്കിലാണോ അല്ലെങ്കിൽ ഏത് ഡ്രസ്സിലാണോ വെക്കേണ്ടത് അവിടെ കറക്റ്റായിട്ട് എഡ്ജൊക്കെ നമുക്ക് ഒരു ഷാർപ്പ് സിസർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ ആ ഡ്രസ്സിൻ്റെ മേലെ ഏത് പൊസിഷനിലാണോ അവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം വേണമെങ്കിൽ നോർമൽ സ്യൂയിങ് ത്രെഡ് വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാച്ച് വർക്ക്. വളരെ ഈസി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് റെഡി ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗാൻസ ഫാബ്രിക് ആണ്. അതേപോലെ തന്നെ വീഡിയോസ് ടെമ്പിൾ ഡിസൈൻ ബോർഡർ ആണ് കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളവർ 100 rupees per meter ആണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ താങ്ക് യു, ബൈ.